പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണം വിവരിക്കുന്നുണ്ട്. 4-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നവും പ്രതിസന്ധിയും ദൈവത്തിൻ്റെ ശക്തിയും പരിപാലനയും പ്രകടമാകാനുള്ള അവസരങ്ങളാണ്. എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയവും സാഹചര്യവും നൽകാതെ നാം സ്വയം പരിഹാരം നടത്തുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. പലപ്പോഴും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റു മനുഷ്യരിലും സാഹചര്യങ്ങളിലുമാണ് നാം ആശ്രയിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനൊരു സമയമുണ്ട്. അതുവരെ ക്ഷമയോടെ ദൈവത്തിനായി കാത്തിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. യേശു സ്നേഹിച്ചിരുന്ന ലാസർ രോഗബാധിതനായി എന്ന് യേശുവിനെ അറിയിച്ചിട്ടും യേശു ഉടനെ ലാസറിൻ്റെ അടുക്കിലേക്ക് പോകുന്നതായി നാം കാണുന്നില്ല. ലാസർ മരിച്ച് സംസ്കരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു തൻ്റെ സുഹൃത്തായ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോയത്. ലാസറിൻ്റെ സഹോദരിയായ മറിയം യേശുവിനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. യേശു മറുപടി പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവപരിപാലനയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.